ഹായ്, വില്ലേജ് സ്പേസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമല്ലേ? ഇന്നത്തെ നമ്മുടെ ഐറ്റം എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് ഒരു ഐറ്റമാണ്. മുട്ടയും വെണ്ടയ്ക്കൊക്കെ വെച്ച് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. അപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ നമുക്ക് ഒരു 1/2 കിലോ വെണ്ടയ്ക്കായും 5 കോഴിമുട്ടയാണ് നമ്മൾ അതിന് വേണ്ടി എടുത്തിരിക്കുന്നത്. വെണ്ടയ്ക്ക നമ്മൾ കഴുകിയെടുത്താണ്, എന്നാലും ഒന്നുകൂടെ ഇത് കഴുകിയെടുക്കുക. നല്ല പറഞ്ഞ് കഴുകിയെടുക്കുക. നല്ല എളുപ്പം വെണ്ടയ്ക്ക. ഇനി നമുക്കിതൊന്ന് അരിഞ്ഞെടുക്കാം. ഈ ഒരു കനത്തിൽ വേണം നമുക്കത് അരിഞ്ഞെടുക്കാൻ. ഈ വെണ്ടയ്ക്ക നമ്മൾ ശ്രദ്ധിച്ചെടുക്കണം. കാര്യം എന്നാന്ന് പറയുക, ചിലതിൻ്റെ അകത്തൊക്കെ പുഴു കയറിയിരിക്കും. അതുകൊണ്ട് ഇങ്ങനെ അരിയുമ്പോൾ തന്നെ അത് നോക്കി കേടുള്ള അങ്ങ് മാറ്റണം. ഇതിപ്പോൾ ഞാൻ 1/2 കിലോ എടുത്തതേ ഉള്ളൂ കേട്ടോ. നിങ്ങൾ സംഖ്യ കൂടുതൽ ഉണ്ടെങ്കിൽ അതനുസരിച്ച് എടുക്കുക, കുറച്ചാണെങ്കിൽ അതേപോലെ കുറച്ചെടുക്കുക. ഇപ്പോൾ നമ്മൾ 1/2 കിലോ വെണ്ടയ്ക്ക ഇതേ കനത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് മുട്ടയും വെണ്ടയ്ക്കയും കൊണ്ടുള്ള റെസിപ്പി റെഡിയാക്കാം. അടുപ്പൊന്ന് റെഡിയാക്കിയതിന് ശേഷം ഞാൻ ഇതേപോലെ ഒരു കടായിയാണ് വെക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ കടായി ഒന്ന് ചൂടായതിന് ശേഷം ഞാൻ ആദ്യമേ ഒരല്പം വെളിച്ചെണ്ണ ഒഴിക്കുകയാണ്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായതിന് ശേഷം നമുക്ക് ഈ അരിഞ്ഞ് വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക അങ്ങോട്ട് ഇടും. നമുക്കറിയാമല്ലോ, ഈ വെണ്ടയ്ക്കകത്ത് ഒരു അടിവഴുപ്പ് പോലുണ്ട്, ഒരു നൂല് പോലെ. അതൊന്ന് മാറണം. അപ്പം നമുക്ക് അത്ര സമയം ഇതൊന്ന് ഇളക്കി കൊടുത്ത് ആ വഴുവഴുപ്പൊന്ന് മാറുന്നിടം വരെ ഇളക്കി കൊടുക്കും. നമ്മുടെയൊക്കെ വീടുകളിൽ വെണ്ടയ്ക്കായും കൊണ്ട് ഒരുപാട് ഐറ്റങ്ങൾ നിത്യവും നമ്മുടെയൊക്കെ വീടുകളിൽ ചെയ്യുന്നുണ്ട്. അതാ വെണ്ടയ്ക്ക തോരനായാലും മെഴുക്ക് പുരട്ടി, അതേപോലെ തന്നെ തീയൽ, അല്ലേ, ഒരുപാട് ഐറ്റങ്ങളുണ്ട്. അപ്പോൾ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് ഈ വെണ്ടയ്ക്കായും കൊണ്ടുള്ള ഐറ്റങ്ങളൊക്കെ. ഞാൻ പറയാം, ശരിയല്ലേ? സ്കൂൾ പിള്ളേർക്ക് ടിഫിൻ ബോക്സിൻ്റെ അകത്തൊക്കെ, അല്ലേ, ചോറൊക്കെ ആയാലും ഉണ്ടാക്കി കൊടുക്കും. അതുപോലെ തന്നെ ഈ ബാച്ചിലേഴ്സായിട്ട് താമസിക്കുന്ന ആൾക്കാർക്ക് ചോറൊക്കെ എന്തായാലും വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ചിലപ്പോൾ ഇതുകൊണ്ടൊക്കെ ആയിരിക്കും, വെള്ളയ്ക്ക അല്ല തക്കാളി, അല്ലേ, അങ്ങനത്തെ ഐറ്റങ്ങളൊക്കെ ആയിരിക്കും പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കുന്നത്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് ഇതിൻ്റെ ആ വഴുവഴുപ്പൊന്ന് പോകണം. ഇപ്പോൾ ഒരു 3-4 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ വഴുവഴുപ്പൊന്ന് മാറിയതിന് ശേഷം നമുക്ക് വലിയ നോക്കി ഒരു സവോള ഇതേപോലെ പൊടിയായിട്ടൊന്ന് അരിഞ്ഞ് വെച്ചിരിക്കുന്നു. ആ സവോള അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ആ സവോള ഇട്ടതിന് ശേഷം നമുക്കൊന്നുകൂടെ ഇളക്കി. ഇതേപോലെ നല്ലപോലെ ഇളക്കുക. അപ്പോൾ സവോള ഇട്ട് ഒരു 1-2 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം വേണം നമുക്ക് ഉപ്പൂടൊക്കെ ഇടാൻ. ആവശ്യത്തിനുള്ള ഉപ്പുപൊടി ഇട്ട് കൊടുക്കും. ഒരല്പം മഞ്ഞൾപ്പൊടി, ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ മാത്രം ഇട്ടിട്ട് ഒന്നുകൂടെ ഇളക്കി കൊടുക്കാം. നമ്മുടെ ഒരു സബ്സ്ക്രൈബ് പറഞ്ഞായിരുന്നു കേട്ടോ, വെണ്ടയ്ക്കായും മുട്ടയും കൊണ്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്ത് കാണിക്കണം. ഏതായാലും ആ വാക്ക് മാനിച്ചുകൊണ്ടാണ് നമ്മൾ ഇന്ന് ഈ ഐറ്റം ചെയ്യുന്നത്. ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടതിന് ശേഷം നമുക്ക് ഇതൊന്ന് അടച്ചു വെക്കണം കേട്ടോ. ഇതൊന്ന് അടച്ചു വെക്കുകയാണ്. ചെറിയ തീയിൽ ഒരു 2 അല്ല 3 മിനിറ്റ് ഒന്നും ഇരിക്കട്ടെ. ഇപ്പോൾ ഏകദേശം ഒരു 3 മിനിറ്റോളം ആയിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം എവിടം വരെ ആയെന്നൊക്കെ. ഇനി ഒന്ന് ഇളക്കി കൊടുക്കും. അപ്പോൾ സവോളയൊക്കെ ചെറുതായിട്ടൊന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സവോളയും വെണ്ടയ്ക്കായൊക്കെ ഒന്ന് വാടി വരുമ്പോഴത്തേക്കും നമുക്ക് ആവശ്യമുള്ളത്രയുള്ള മുട്ട എടുക്കുക. ഞാനിപ്പോൾ ഒരു 5 എണ്ണം എടുത്തിട്ടുണ്ട്. ഇപ്പോൾ 2 3 അത്രയൊക്കെ നമ്മുടെ ആവശ്യത്തിന് ചേർക്കാമെന്ന് കേട്ടോ. അതിഷ്ടം പോലെ ചേർക്കാമെന്നാണ്. ഇതങ്ങോട്ട് പൊട്ടിച്ച് ഞാനൊരു ബൗളിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ 5 മുട്ട പൊട്ടിച്ചൊരു ബൗളിലിട്ടതിന് ശേഷം ഒരല്പം പൊടി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇത് സ്പൂണും കൊണ്ടോ അല്ല ഇതുപോലെ ഐറ്റം കൊണ്ടോ ഇങ്ങനെ ഒന്ന് ഉടച്ചെടുക്കാം. ഇനി നമുക്ക് ഈ അടിച്ച് വെച്ചിരിക്കുന്ന മുട്ട ഇതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഈ വെണ്ടയ്ക്കായും സവോളയൊക്കെ വെന്തതിന് ശേഷം വേണം മുട്ട ഇങ്ങനെ പൊട്ടിച്ചൊഴിക്കാനായിട്ട്. അതങ്ങോട്ട് ഒഴിച്ച് കൊടുക്കാം. അപ്പം മുട്ട പൊട്ടിച്ചൊഴിച്ച ശേഷം ഞാൻ ഒന്നുകൂടെ അത് മൂടി വെക്കുകയാണ്. അറിയാമല്ലോ മുട്ട അത് വേകാൻ വേണ്ടിയാണ്.
നമ്മൾ 1 മിനിറ്റ് ഒന്ന് മൂടി വെച്ചിരിക്കുകയായിരുന്നു. ഇനി തുറന്നിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. നല്ലപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത്. ഇപ്പോൾ വലിയ കഷ്ണമായിട്ടുണ്ടെങ്കിൽ ഈ ചട്ടത്തിൽ തന്നെ ഇതിങ്ങനെ ഒന്ന് കുത്തി കൊടുത്താൽ മതി. നമുക്ക് 1 ടീസ്പൂൺ ചതച്ച മുളക് കേട്ടോ, ഞാൻ പച്ചമുളക് ഒഴിവാക്കിയതാണ്. ഇനി വേണ്ടത് നമുക്ക് ഇച്ചിരി കുരുമുളക് പൊടിയാണ്. അത് ഓരോരുത്തരുടെ എരിവിന് പാകത്തിൽ ചേർക്കുക എന്നുള്ളതാണ്. ഞാൻ 1/2 ടീസ്പൂൺ അളവിൽ ചതച്ച കുരുമുളകും കൂടി ഇടുകയാണ്. അപ്പോൾ ഇത് രണ്ടും കൂടെ ചേർത്ത ശേഷം ഒന്നുകൂടെ ഇളക്കി കൊടുക്കുകയാണ്. ഇപ്പോൾ തേങ്ങാപ്പീരി ഒന്നും നമ്മളിതിൻ്റെ ചേർക്കുന്നില്ല കേട്ടോ. ഈ ഒരു രീതിക്കാണ് അത് റെഡിയാക്കുന്നത്. ഒന്ന് നല്ലപോലെ ചൂടായ ശേഷം വാങ്ങി അങ്ങോട്ട് വെക്കുക. അപ്പോൾ നല്ലപോലെ ചൂടായ ശേഷം ഞാനിത് താഴോട്ട് വെക്കുകയാണ്. അവിടെ ഇരിക്കട്ടെ. ഇനി ഞാനൊന്ന് കടുകൂടെ പൊട്ടിച്ച് അതിൻ്റെ മേളിലോട്ട് ഒഴിക്കാനാണ്. സാധാരണ നമുക്ക് ആദ്യമേ തന്നെ കടുക് പൊട്ടിച്ചൊഴിക്കും, പക്ഷേ ഞാൻ അങ്ങനെയല്ല ചെയ്യുന്നത്. ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത് കേട്ടോ. നമുക്ക് ഒരല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതിനകത്തിട്ട് കുറച്ച് കടുക് ഒന്നിട്ട് കൊടുക്കാം. കടുകൊക്കെ അതേ പടപടാതെ പൊട്ടുന്നുണ്ട്. ഇത്തിരി കറിവേപ്പിലയും കൂടെ ഊരി കൊടുക്കാം. കറിവേപ്പിലയും കടുക് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും ഇല്ലാത്തിട്ടുണ്ട്. അടുപ്പൊന്ന് നിർത്തിയിട്ട് ഇപ്പോൾ നമ്മുടെ മുട്ടയും വെണ്ടയ്ക്കായും കൊണ്ട് നല്ല അടിപൊളി ഒരു ഐറ്റമാണ് ചെയ്തിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജോലിക്ക് പോകുന്നവർക്കും സ്കൂൾ പിള്ളേർക്കും ഒക്കെ കൊടുത്തു വിടാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഐറ്റമാണ് ഇത്. ചില കുട്ടികൾക്ക് ഈ മുട്ടയുണ്ടല്ലോ, മുട്ട ഓംപ്ലേറ്റോ അതാ പുഴുങ്ങി കൊടുക്കുന്നതോ ഒക്കെ ആണെങ്കിൽ അവർക്കിഷ്ടമല്ല മുട്ട കഴിക്കാനായിട്ട്. അങ്ങനെ മടിയുള്ള കുട്ടികളുണ്ട്. പ്രത്യേകിച്ച് സ്കൂളിലൊക്കെ പോകുമ്പോൾ ചില ഇട്ടമ്മമാർ ചോറ്റുപാത്രത്തിനകത്ത് മുട്ടയൊക്കെ പുഴുങ്ങി അല്ല ഓംപ്ലേറ്റ് അടിച്ച് വെച്ചേക്കും. അവർ കഴിക്കത്തില്ല, എടുത്ത് ദൂരം കളയരുത്. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾക്കൊക്കെ ഇങ്ങനെ ഇത്തിരി വെണ്ടയ്ക്കായി മുട്ടയും കൂടെ ഒക്കെ വെച്ച് റെഡിയാക്കി കൊടുത്തു. തേങ്ങ ഒന്നും ഇല്ലാത്തതുകൊണ്ട് കഴിച്ചു കൊടുത്തു. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റം തന്നെയാണ്. തീർച്ചയായിട്ടും ഇതൊക്കെ ചെയ്തെടുക്കാവുന്നതാണ്. ഒരുപാട് ഐറ്റങ്ങളൊന്നും ഇല്ലാതെ ചോറിൻ്റെ കൂടെയോ അല്ല ചപ്പാത്തിയുടെ കൂടെ സൈഡായിട്ടോ ഒക്കെ കഴിക്കാവുന്നതാണ്. നമ്മൾ ഇത് ചെയ്യാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ചാനലിനകത്ത് കണ്ടായിരുന്നു കേട്ടോ, ഇത് ചെയ്തൊന്ന് കാണിക്കണം എന്ന്. അതുകൊണ്ടൊക്കെയാണ് ഇന്ന് ഞാനിത് തിരഞ്ഞെടുത്തത്. ഇപ്പോൾ ചോറിനോട് അധികം കറിയൊന്നും വേണ്ട. ഇതൊക്കെ ഉണ്ടെങ്കിൽ ഒരു ഇച്ചിരി മോര് കാച്ചിട്ടുണ്ടെങ്കിൽ സുഖമാകും കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. തീർച്ചയായിട്ടും അറിയാൻ പറ്റാറുണ്ട്, ചെയ്ത് നോക്കുക. എന്നാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഇനി ഒരു കാര്യം കൂടെ, നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. വേറൊരു വീഡിയോ പെട്ടെന്ന് വരാം. ബായ്.